Thanks. ആഭരണങ്ങൾ കുറഞ്ഞ പണിക്കൂലിയിൽ ഇവിടെ നിന്നും സ്വന്തമാകാം. ജന്മനക്ഷത്ര കല്ലുകളും സ്വന്തമാകും. പത്തരമാറ്റിന്റെ സ്വർണ്ണശോഭയിൽ എല്ലാവർക്കും ഹാപ്പി ഇന്ന് തിരുവോണമാണ്. അപ്പം നമ്മൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകണം. മെയിനായിട്ട് നമ്മൾ ഇന്നൊരു സാധനം അൺബോക്സ് ചെയ്യാൻ പോകണം. നമ്മൾ പല സാധനങ്ങളും അൺബോക്സ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇങ്ങനൊരു സാധനം അൺബോക്സ് ചെയ്യുന്ന ജീവിതത്തിൽ ആദ്യമായിട്ട്. അത് നമ്മൾ അതെ, ഓണത്തിന് മാത്രം പറ്റുന്ന ഒരു പ്രത്യേകതരം അൺബോക്സിംഗ് ആണ്. അപ്പം നമ്മൾ ഇന്നൊരു സദ്യ അൺബോക്സ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ഇന്ന് വീട്ടിൽ വെച്ചില്ല, ഇന്നലെ വെച്ചിരുന്നു, പക്ഷെ ഇന്ന് വെച്ചില്ല. മാത്രമല്ല നമ്മൾ ഇന്നലെ കുറച്ച് കറങ്ങാൻ പോയതിൻ്റെ വിശേഷങ്ങളും അല്ലേ, മറ്റുള്ളൊരു പായനൊക്കെ നമ്മൾ കണ്ടു. അത് കുറച്ച് നമ്മൾ എൻജോയ് ചെയ്തു. അതിൻ്റെ കുറച്ച് വിഷ്വൽസ് നമ്മൾ ആഡ് ചെയ്യാം. ഭയങ്കര തിരക്കായിരുന്നു തിരുവനന്തപുരത്ത്, എസ്പെഷ്യലി ആ രാമേന്ദ്രൻ സ്ട്രീറ്റിലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു അല്ലേ. അപ്പോൾ പ്രത്യേകിച്ച് ഫുഡ് കടകളിലും എല്ലാം നല്ല അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇന്നലെ പൂവൊക്കെ വാങ്ങി. അപ്പോൾ ഇന്ന് നമ്മൾ ബേസിക്കായിട്ട് എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ അത്തപ്പൂക്കളം ഇടും. പിന്നെ നമ്മുടെ മെയിൻ പരിപാടി, അതായത് സദ്യയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ ചാനൽ കണ്ടുവന്ന് ദയവായി സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്കിനി വേഗം സദ്യ ഓർഡർ ചെയ്തിട്ടുണ്ടല്ലേ. സദ്യ ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മൾ സദ്യ വാങ്ങി. അപ്പം സദ്യയായിട്ട് ആള് വന്നിട്ടുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ ഉണ്ടല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് അൺബോക്സിങ് തുടങ്ങിയാലോ. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു പാക്കറ്റ് വന്നിട്ട്. അപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ ഇലയുണ്ട്, ബാക്കി കറികൾ നമുക്ക് കാണാം. അപ്പൊ ഞാൻ ഈ ഇലയൊന്ന് വാഷ് ചെയ്തിട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി കറികൾ കാണാം. ഇല ഇട്ടു. ഓക്കെ, അപ്പൊ നമുക്ക് ഒരെണ്ണ ഇടാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടോട് സെറ്റ് ചെയ്തിട്ട് പിന്നെ കാണാം. നമ്മൾ നോക്കാം അതിനകത്ത് എന്തൊക്കെയാ. അതുകൊണ്ട് കാഴ്ചക്കോകത്തുണ്ട് ഇഷ്ടംപോലെ സാധനം. അപ്പം ഇത് ബോളി. ഇന്നലെ നമ്മള് എവിടെയാ, മഹാ ചിപ്സില് അത് നീണ്ട ക്യൂ ആയിരുന്നു ബോളിക്ക് വേണ്ടി. വലിയ ക്യൂ ആയിരുന്നു. അതായത് തിരക്ക്. പക്ഷേ ഈ സമയത്തുള്ള ഓട്ടത്തിന് വേണ്ടിയിട്ട് ആൾക്കാർ വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. ഉപ്പ് ഉൾപ്പെടെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഉപ്പിനുള്ള കുറവുണ്ടെങ്കിൽ ഓക്കെ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ചെയ്യുന്നത് തുടങ്ങാൻ. എന്റെ കൈ കിട്ടി, ഇതിന് വേണ്ടി ഞാൻ തപ്പിക്കൊണ്ടിരുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഫസ്റ്റ് എന്താ പറയാ, ഉപ്പേരിയും മറ്റേ ശർക്കര വരട്ടി. അപ്പൊ നമുക്കിത് ഇതിനകത്തോട്ടിടാം. അച്ചാറുണ്ട്, ഡയറക്റ്റ് എടുത്ത് തട്ട്, നാരങ്ങ അച്ചാറ്, പിന്നെ അതെ നമ്മുടെ താരം എടുക്കുന്നു കേട്ടോ. അപ്പം ഇത് അച്ചാറ് ഗീ ആണ് കേട്ടോ, നമുക്ക് പരിപ്പിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് വന്നിട്ട് ഇത് ഒരു ടൈപ്പ് അച്ചാറാണേ. അപ്പോൾ ഈ 3 അച്ചാറാണ് നമുക്കുള്ളത്. അതിനിടയ്ക്ക് നമുക്ക് പപ്പടം ഉണ്ട്. ഇനി നമുക്ക് ഇഞ്ചി എടുക്കാം. ഇഞ്ചി ഇല്ലാതെ എന്താ ആവശ്യം. ഇതെനിക്ക് തോന്നുന്നു കൂട്ടുകറിയാണെന്ന് കേട്ടോ. നമുക്കറിയില്ല, ടേസ്റ്റ് ചെയ്താലേ അറിയുള്ളൂ. എനിക്കൊന്ന് കൂട്ടുകറിയാണ് ഇത്. ഓക്കെ, ഇത് വന്നിട്ട് ഓലനാണോ അച്ചാറാണോ എന്താണെന്നറിയാം. ഓക്കെ, ഇതാണ് നമ്മുടെ കൂട്ടുകറി കേട്ടോ. കൂട്ടുകറി ബസ്. പിന്നെ വന്നിട്ട് തോരൻ, ക്യാബേജും ക്യാരറ്റും ഒക്കെ ഉള്ളത്. പിന്നെ വന്നിട്ട് ഇതെന്തോ ഒഴിക്കാനാണ്, രസം, പായസം. ഈ 2 പായസം, അടപ്രഥമനും ബർമസിലെ ബോളി ഇതോടെ ഇരിക്കട്ടെ. ഇനി ബീട്രൂട്ട് കിച്ചടിയോ പച്ചടിയോ. ഇനി വന്നിട്ട് അവിയൽ, ചൂടവിയൽ. ഓക്കെ, വെള്ളരിക്ക കിച്ചടി. ആക്ച്വലി ഈ സ്ഥലം തികഞ്ഞു. എവിടെ ഇടുക? ഇനിയുണ്ട്. ഇനി നമുക്കുള്ളത് ഒഴിക്കാനുള്ളത് പുളിശ്ശേരി ഉണ്ട്. ഇത് നമ്മുടെ മോര്. ഇതൊരു കൂട്ടുകറി പോലെ കേട്ടോ, പയറൊക്കെ ഇട്ട് കൂട്ടുക. ഇത് ഓലൻ ഇവിടെ ഇടുക, സ്ഥലമില്ല കൂട്ടുകാവേ. ഇനി ഇത് വന്നിട്ട് സാമ്പാർ കേട്ടോ. അപ്പോൾ ഒഴിക്കാനുള്ളതും പായസം എല്ലാം നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ നമുക്ക് കംപ്ലീറ്റ് ആയി. ഇനിയുള്ളത് നമ്മുടെ ചോറ്.
അപ്പം ഇത്രയാണ് ഇതിന്റെ കൂട്ടത്തിൽ വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇതാണ് നമ്മൾ വാങ്ങിയ സദ്യ കേട്ടോ. അപ്പൊ നമ്മൾ വാങ്ങിയ സദ്യയിൽ നമുക്ക് എന്തൊക്കെ കറി ഉണ്ടെന്ന് പെട്ടെന്ന് നോക്കാം. ചോറുണ്ട്, പപ്പടമുണ്ട്, പഴമുണ്ട്, ശർക്കര വരട്ടി, ചിപ്സ്, അച്ചാറ്, ഇഞ്ചിക്കറി, പിന്നെ ഇത് കൂട്ടുകറി, ഇത് നാരങ്ങ അച്ചാറ്, ഇത് പൈനാപ്പിൾ പച്ചടി, ഇത് നമ്മുടെ തോരൻ കേട്ടോ. ഇത് വന്ന് തീയൽ, അവിയൽ, പച്ചടി, ഓലൻ, കിച്ചടി. ഓക്കെ, പിന്നെ നമ്മുടെ ഒഴിക്കാനുള്ള സെറ്റ് നമ്മൾ പറഞ്ഞു. അപ്പം നമുക്ക് ഒഴിക്കാൻ ഗീ ഉണ്ട്, നമുക്ക് പരിപ്പിൻ്റെ കൂടെ ഇടാൻ. പിന്നെ ഇത് വന്ന് സാമ്പാർ, മോര്, പുളിശ്ശേരി, പരിപ്പ്, രസം. ഓക്കെ, പായസം വന്നിട്ട് അടയുണ്ട്, വർമ്മസിലുണ്ട്, പിന്നെ ബോൾ. അപ്പൊ ഇതിന്റെ റേറ്റ് വന്നിട്ട് എത്രയാ? 650 രൂപയാണ് ഇതിന്റെ ഒരു ഊണിന്റെ റേറ്റ് 650. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് രീതിയിൽ എടുക്കാം. അപ്പൊ നമുക്ക് സമയമില്ല, ഇത്രയും സാധനങ്ങൾ വാങ്ങിക്കണം, ഇപ്പൊ തിരക്ക്, അങ്ങനത്തെ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഉണ്ടാക്കേണ്ട പാട്, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇത് ലാഭമാണ്. പക്ഷെ അല്ലാതെ ഇപ്പൊ നമുക്ക് ക്വാണ്ടിറ്റി വൈസ് 600 ചോറൊക്കെ കുറച്ച് കറി അത്യാവശ്യം നമുക്ക് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. പക്ഷെ കറികൾ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ചോറ് വന്നിട്ട് കുറച്ച് കുറവായിട്ട് തോന്നുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ. സാധാരണ ഒരു ഓണത്തിന് കഴിക്കാനുള്ള ആവശ്യത്തിന് കഴിക്കാനുള്ള കഴിച്ചായിട്ട് പിന്നെ എല്ലാവർക്കും കറങ്ങാനൊക്കെ പോകണമെങ്കിൽ ഒത്തിരി കഴിക്കാനും പാടില്ലല്ലോ. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ മിതമായ ഫുഡ് അല്ലെ. അപ്പൊ നമുക്കിനി കാര്യങ്ങളിലൂടെ കടന്നാലോ? ഓക്കെ, അപ്പൊ നമുക്കിനി കഴിക്കാം. ഒരു ഇല കൂടെ സെറ്റ് ചെയ്യാനുണ്ട്. അപ്പൊ സെറ്റ് ചെയ്തിട്ട് നമുക്ക് കാണാം. ഓക്കെ, അപ്പൊ നമ്മൾ കാണുന്ന പോലെ അല്ല കേട്ടോ, കുറച്ചധികം ചോറുണ്ട്. അത് ഇളക്കിയിട്ട് ഇപ്പൊ അറിയാം. അപ്പൊ പരിപ്പാണ് ഓൾറെഡി അതിൽ ഒഴിച്ചു കഴിഞ്ഞു. അപ്പൊ നമുക്ക് തുറന്നു. ഓക്കെ, അപ്പൊ നമ്മൾ പരിപ്പ് ഒഴിച്ചു, ഗീ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ തുടങ്ങിയാലോ? ഓക്കെ, എല്ലാവർക്കും ഹാപ്പി ഓണം. അതെ, കുഴപ്പമില്ല. വാങ്ങിക്കാൻ പോയ സ്ഥലത്ത് ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാകും. എനിക്ക് തോന്നുന്നു ഇപ്പൊ എല്ലാരും മിക്കവാറും എല്ലാ വീട്ടിലും മിക്കവാറും 2-3 മേലെ കുറച്ച് പേർക്കേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും വേണ്ടി ഒത്തിരി പേരുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന് ഇപ്പൊ കഴിച്ചിട്ടേ കഴിച്ചിട്ട് ഞങ്ങൾ ഓവറോൾ ഒരു അഭിപ്രായം പറയാം. അങ്ങനെ ഒരു അടിപൊളി സദ്യ ഉണ്ട്. ഇഷ്ടപ്പെട്ടോ? കുഴപ്പമില്ല. സാധാരണ നമ്മള് വേറെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അത്ര എത്തിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ കുഴപ്പമില്ല. അതെ, നമുക്ക് നമ്മുടെ സാഹചര്യം എല്ലാം അപ്പം അത്രേ ഉള്ളൂ. അപ്പൊ നമ്മളിപ്പോ കഴിച്ചു. എണീക്കാൻ വയ്യാത്തൊരവസ്ഥയിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇനി കുറച്ചു നേരം ഇവിടെ ഇരുന്നിട്ട് എണീക്കാൻ ഭാഗമാകുമ്പോ നമ്മൾ എണീറ്റ് പോകുന്നതാണ്. അപ്പൊ എല്ലാരും ഓണം അടിച്ചു പൊളിച്ചില്ല, ഇനി സമയമുണ്ടല്ലോ, അടിച്ചു പൊളിക്കുക. അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ നമ്മളൊരു അൺബോക്സിങ് സത്യം അതാണ് ഉദ്ദേശിച്ചത്. അപ്പം നമ്മൾ കുറച്ച് ഓണം വിശേഷങ്ങളും നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്കിനി പുതിയൊരു കണ്ടന്റുമായിട്ട് നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ഹാപ്പി ഓണം ആൻഡ് ബൈ.